ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹാൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും പിക്ക് ചെയ്തിരിക്കുന്ന മൊത്തം എത്നിക് വെയർ കളക്ഷൻസ് എപ്പോഴും സെയിലുള്ളതാണ്. അതും ആമസോണിൽ ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ട് അപ് ടു 80% ഡിസ്കൗണ്ടിൽ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഷെൽമി. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. പെർഫെക്റ്റ് കുർത്തി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും കോട്ടന്റെ നല്ല കോട്ടന്റെ മെറ്റീരിയൽ, അതും നമ്മൾ സാധാരണ ഇപ്പൊ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു 3/4 അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ഒക്കെ എന്നെ കൂടുതൽ കണ്ടിരിക്കണത്. പക്ഷെ എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കര ഇഷ്ടം. അതും ഇത് പണ്ടത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഈ ഒരു ലോങ് സ്ലീവ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ ചുരു വന്നിട്ടുള്ള ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്കൊരു സ്റ്റാൻഡേർഡ്, കുറച്ചുകൂടി ഒരു പക്വത ഫീൽ ചെയ്യുമെന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ലോങ് സ്ലീവ് വിത്ത് ഈ ചുരുചുരായിട്ടുള്ള ഒരു സ്ലീവ് ഉപയോഗിക്കുമ്പോൾ ഇനി ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്വാളിറ്റി ആയാലും അതിൻ്റെ റേറ്റ് വൈസ് ആയാലും പുതിയൊരു ബ്രാൻഡാണ് ഞാൻ ട്രൈ ചെയ്തത്. ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ്, ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഈ പിക്ക് കണ്ടപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ വല്ല പോളിസ്റ്ററൊക്കെ ആയിരിക്കും. ഇവരെ വെറുതെ ഈ ആമസോണിൽ എഴുതി വിടുന്നത് കിട്ടുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. നമുക്ക് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ പാക്ക് ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഇട്ട് വന്നപ്പോൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ സൈസ് വൈസ് ആയാലും അതിൻ്റെ ക്വാളിറ്റി വൈസ് ആയാലും ഇത് മസ്റ്റ് റെക്കമെൻഡ് പീസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ഒരു എ-ലൈൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ എ-ലൈൻ സ്റ്റൈലിലുള്ള ഒരു കുർത്തി മാത്രമാണ്. എന്തായാലും ഓവറോൾ ഇത് ഹൈലി റെക്കമെൻഡ് ആണ്. ഒരു തവണ ഒന്ന് മേടിച്ച് നോക്കിക്കോ, പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാമല്ലോ. ഇനി എൻ്റെ ടേസ്റ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ടേസ്റ്റ്, പക്ഷേ തുണിയായാലും അതിൻ്റെ മെറ്റീരിയൽ ആയാലും പ്രിന്റ് ആണ് കേട്ടോ. ഓവറോൾ പ്രിന്റ്, വേറെ ഒന്നുമില്ല. ഓവറോൾ പ്രിന്റ് ഒരു ഓഫീസ് ഗോയിങ് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള പാൻറ് എന്ന് പറയുന്നത് ഒരു കളർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ എന്തായാലും ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ബേജോ ബ്ലാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. അപ്പം ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഒരു ബേജ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഈ ഒരു പാൻറ് പെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ സെയിലുള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവുണ്ട്, അപ്പോൾ ആ സമയത്ത് മേടിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് മേടിക്കുമ്പോൾ പിന്നെ ഹൈ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ 50-100 വരെ വ്യത്യാസം ചിലപ്പോൾ സെയിലുള്ള സമയത്ത് ഉണ്ടാവും ആണെങ്കിൽ പോലും ഒരു 50-100 എന്ന് പറയുമ്പോൾ ആരും വെറുതെ കൊടുത്ത് തരുന്നല്ല. നമുക്ക് സെയിൽ സമയത്ത് ആ ഒരു 50-100 എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്, ഹൈലി റെക്കമെൻഡ് പീസ്. നിയാസ ബ്രാൻഡിൻ്റെ അടിപൊളി ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ആയാലും ഇതിൻ്റെ ലുക്ക് വൈസ് ആയാലും ടോട്ടലി ഒരു പാർട്ടി വെയർ കളക്ഷൻസ്. എന്നാൽ അഫോർഡബിൾ റേഞ്ചിലാണോ എന്ന് ചോദിച്ചാൽ റേഞ്ച് 1000-ന് മുകളിലുണ്ട്, പക്ഷെ അതിന് വെർത്തുള്ള ഒരു സംഭവമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു എ-ലൈൻ സ്റ്റൈലിലുള്ള നല്ല എന്ന് വെച്ചാൽ ഫുൾ ബൂട്ട വർക്കാണ് ഓവറോൾ കാണുകയാണെങ്കിൽ. പിന്നെ യോക്ക് നോക്കുകയാണെങ്കിൽ വീനെക്ക് എന്ന് പറയുമ്പോൾ ചില വീനെക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇറുകി പിടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതങ്ങനെയല്ല, നല്ല പെർഫെക്റ്റ് ഷേപ്പോട് കൂടിയിട്ടും അതും യോക്കിൽ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ എൻഡ് പോർഷനിലും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബൂട്ട വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലല്ല ആക്ച്വലി, ഇതിൻ്റെ അത് ആ തുണിയോട് കൂടിയിട്ടുള്ളതാണ്. എന്തായാലും ഓവറോൾ കളർ വൈസ് ആയാലും അതിൻ്റെ ഒരു പാർട്ടി വെയർ കളക്ഷൻസ്. പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ്, എ-ലൈൻ സ്റ്റൈലാണ്. അന്ന് ആ ബോട്ടം വരുന്നത് റയോൺ മെറ്റീരിയലാണ്. കളർ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ടയിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽ സ്കാലപ്പ് ചെയ്തിട്ടുള്ള വർക്കൊക്കെയാണ് പോയിരിക്കുന്നത്. വിചിത്ര സിൽക്കാണ് ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ട. പാൻറ് മാത്രം റയോണിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ റേറ്റ് 1299. സെയിലുള്ള സമയത്താണ് മേടിച്ചത്. പിന്നെ സെയിലിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇതൊരു ഹൈലി റെക്കമെൻഡ് പീസാണ് കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സൈസ്. വരാങ്ക ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ നല്ല അടിപൊളി എത്നിക് വെയർ കളക്ഷൻ കേട്ടോ. കൊടുക്കണ കാശിന് അതിനുള്ള ക്വാളിറ്റി എന്തായാലും ഉണ്ട് ഇതിന്. എന്തായാലും ഇത് ഒരു 1200 ആദ്യം തന്നെ റേറ്റ് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലല്ലോ, ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണല്ലോ. ഇത് ചന്തേരി മെറ്റീരിയലാണ്. ടോപ്പും അതുപോലെ തന്നെ ബോട്ടം രണ്ടും ചന്തേരി മെറ്റീരിയലാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വർക്കൊന്നും ഇല്ല, പക്ഷെ അന്ന് ആ ഒരു പ്രിന്റിൻ്റെ ആ ഒരു ലുക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു പിന്നെ സ്ലീവിൻ്റെ ഒരു കട്ടിങ്ങും ആ ഒരു സ്ലീവ് കുറച്ച് പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ തന്നെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറിപ്പോയി മൊത്തത്തിൽ. അപ്പോൾ ഓവറോൾ 2 പീസിൻ്റെ ഒരു സെറ്റാണ്
വരുന്നത്. ഈ ഒരു പ്രിന്റ് വാഷ് ചെയ്ത് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. ചന്തേരി മെറ്റീരിയലാണ്. അത്യാവശ്യം നമുക്ക് ചെറിയ വക ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാം. വലിയ ഫംഗ്ഷനൊന്നും വലിയ ഫംഗ്ഷൻ ഇട്ട് പോയാലും ആരൊന്നും പറയാനൊന്നും പോകണില്ല കേട്ടോ. ഇത് നമ്മുടെ ഇഷ്ടമല്ലേ. പിന്നെ പാൻറ്റ് വരുന്നത് സൈഡിൽ പോക്കറ്റ് ഇല്ല കേട്ടോ. പാൻറ്റ് പ്ലെയിൻ ആണ്, പ്രിന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പ്ലെയിൻ പാൻറ്റ് ചന്തേരി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഒരു ഒലീവ് ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഒരു യെല്ലോ ഷെയ്ഡും ഞാൻ ഇതിൽ കണ്ടു. ഒരു 1200 സെയിലുള്ള സമയത്തുള്ള കാര്യം പറയണം. പിന്നെയും നമ്മൾ സെയിലില്ലാത്ത സമയത്ത് നോക്കി മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1500 ആ ഒരു റേഞ്ച്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ലാർജാണ് സൈസ് വരുന്നത്. ഇത് ഹൈലി റെക്കമെൻഡ് പീസാണ് കേട്ടോ. വരങ്ക ബ്രാൻഡിന്റെ 3 പീസിന്റെ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. അതും കോൺട്രാസ്റ്റിൽ കണ്ടപ്പോൾ അപ്പം തന്നെ പിക്ക് ചെയ്തു, ഒന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം നോക്കുകയാണെങ്കിൽ ഒക്കെ ഈ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. കോട്ടനും ഉണ്ട് സിൽക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷൻ, യോക്ക് നല്ലൊരു റൗണ്ടിൽ ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ് കേട്ടോ. ഈ ഫുൾ കൊണ്ടിരിക്കില്ല ഒക്കെ എംബ്രോയ്ഡറി. അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ പോകാൻ ഒരു ചാൻസ് ഇല്ല. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലേ ചെറുതായിട്ട് ഇങ്ങനെ ഗോട്ടപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ബ്രിക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ പിക്ക് ചെയ്തു. പിന്നെ പാൻറ്റും സെയിം ആ ഒരു മെറ്റീരിയലിൽ പ്ലെയിൻ ഷെയ്ഡാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട അടിപൊളി ഒരു ഓർഗൻസയിൽ ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു കളക്ഷനാണ് വരുന്നത്. അതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ വരങ്ക ബ്രാൻഡിൻ്റെ ഇതിൽ വേറെ കളർ കോമ്പിനേഷൻ ഒന്നും തന്നെ ഇല്ല. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ സിംഗിൾ ലിങ്ക്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതിൽ കുത്തിയാലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്കാണ്. പിന്നെ നമുക്ക് ഇനി കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ സജഷനിൽ നമുക്ക് കുറേ കളർ ഓപ്ഷൻസ് അവർ തന്നെ കാണിച്ചു തരും. അപ്പൊ ഈ ഡിസൈൻസ് മതി, കളേഴ്സ് മാറ്റാം. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം ആമസോണിൽ നിന്ന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.